സോറി സാർ, സാർ തിരക്കിലാണോ? ഞാൻ കുറച്ച് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രാവശ്യത്തെ സാറിന്റെ വോട്ട് ആർക്കായിരിക്കും? ഞാൻ നോട്ടൊക്കെയാ ചെയ്യുന്നു. അതെന്താ? അബ്ബാ ഓടിയോ, ഞാൻ കാണിച്ചു തരാം. ബാ, ഈ പോകുന്ന വഴിയുണ്ടോ, ഈ വഴിയുണ്ടോ, ഈ സ്ഥലത്തെ ജനങ്ങളുടെ മണ്ണ് എടുക്കൂന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 25-30 വർഷമായി കാണും. പല പല സർക്കാരുകൾ മാറി വന്നു, പല പല ആൾക്കാർ മാറി വന്നിട്ട് ഇത് എടുക്കുന്നില്ല. ഇപ്പൊ എടുക്കും എന്ന് പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നമ്മുടെ വാട്ടർ ടാങ്ക്, നമുക്ക് എത്ര ആൾക്കാർക്ക് കുടിവെള്ള പ്രശ്നം ഉണ്ടായതാ ഈ ഒരു കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട്. ഈ സമയത്ത് ഈ വാട്ടർ ടാങ്കിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വാട്ടർ ടാങ്ക് ജനിച്ച അന്ന് തന്നെ മരിച്ച സാധനമാണ്. ബ്രോ, ഈ സാധനം കണ്ടോ? ഇത് നമ്മുടെ ആൾക്കാർക്ക് എത്ര മുന്നേ കിട്ടേണ്ട ഒരു സാധനമായിരുന്നു. ഈ സാധനം ഡിലേ ആയി നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഇത് ജസ്റ്റ് എന്തോ ഉദ്ഘാടനമൊക്കെ ചെയ്തെന്ന് പറയുന്നു. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ട പ്രതിപക്ഷം എവിടെ പോയിരുന്നു? ഇലക്ഷൻ അടുക്കുന്ന സമയത്താണോ ഇത് സംസാരിക്കേണ്ടത്? ഒരിക്കലുമല്ല. ബ്രോ, ഈ സാധനം കണ്ടോ? ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടോ? ഇത് എത്ര വലിയ രീതിയിൽ വരേണ്ട ഒരു സാധനമാണ്. പക്ഷെ ഇതിനെ എങ്ങനെ ആക്കിയിരിക്കുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഒരു പാർട്ടി സ്പോൺസേർഡ് ഒരു സൊസൈറ്റിക്ക് ഇത് ലീസിന് കൊടുത്തേക്കുവാണ്. നമുക്ക് നേരെ നീണ്ടരയിലോട്ട് പോവാം. ഈ പൈപ്പ്, ഇവിടെ ഒരു പൈപ്പ് പൊട്ടി ഇത് ദ്രവിച്ച് വീണായിരുന്നു. ദ്രവിച്ച് ഈ സാധനം വീഴുന്ന വരെ ആരും ഇതിനെക്കുറിച്ച് ചെക്ക് ചെയ്തിട്ടില്ല. നീണ്ടരക്കാര് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഫേസ് ചെയ്ത ഒരു സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഇവിടെ ഒരു ബസ് വന്ന് നിന്ന് കഴിഞ്ഞാൽ വേറൊരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റൂല. ഈ വളവ് എന്ന് പറഞ്ഞാൽ എസ് വളവോ എന്ത് കർവോ എന്ത് കുന്തമാണ് പറയേണ്ടത്. ഇത് ഞാൻ ജനിച്ച സമയം മുതലുള്ള ഒരു സാധനമാണ്. ഇവിടെ ഒരു വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ വേറൊരു വണ്ടിക്ക് പോകാൻ പറ്റൂല. ഇത് ഒരു സാധനമാണ് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം കണ്ടോ? മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഞാൻ ദുബായിലിരുന്ന സമയത്ത് ഞാൻ സ്കൂബ ഡൈവിങ് അവിടെ ചെയ്തു നോക്കിയായിരുന്നു. നല്ല എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇത് നല്ല കരിയറുള്ള ഒരു ജോലിയായിരുന്നു. ഒരു കാര്യം മാത്രമാണ്, ഇവിടെ സ്കൂബ ഡൈവിങ്ങിന്റെ ഇഷ്ടംപോലെ സാധനം തുരുമ്പെടുത്ത് പോയി. അപ്പൊ നമ്മുടെ എത്ര പിള്ളേർക്ക് പഠിച്ച് നേരെയാവേണ്ട സാധനമായിരുന്നു. ഇത് ഇലക്ഷൻ അടുത്തപ്പോൾ മാത്രമാണ് പ്രതിപക്ഷം ഇതിലോട്ട് ചാടി വന്നത്. ഇത് നശിച്ചു തുടങ്ങിയിട്ട് എത്ര കാലമായി. നമുക്ക് വേണ്ടി സംസാരിക്കുന്നില്ലേ, പിന്നെ എന്തിനു നമ്മൾ വോട്ട് ചെയ്യണം? നമ്മുടെ പിള്ളേർക്ക് കളിക്കാൻ ഒരു പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ഇല്ല. കഴിഞ്ഞ നമ്മുടെ കേരളോത്സവത്തിന് നീണ്ടരയുടെ കളി എല്ലാം നടന്നത്, അതായത് ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും എല്ലാം നടന്നത് നീണ്ടര പഞ്ചായത്തിന് പുറത്താണ്. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണം, നമ്മുടെ നീണ്ടര പഞ്ചായത്തിൽ പ്രോപ്പറായിട്ട് ഒരു കളിസ്ഥലമില്ല. നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ പ്രതിഷേധമായിട്ടുള്ള വോട്ട് നോട്ടാക്കി കൊടുത്ത് അത് നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തണം. ഞാനൊരു നീണ്ടര പഞ്ചായത്തിലെ കാര്യം മാത്രമാണ് കാണിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് എന്നെ ഈ ഡിസിഷനിലോട്ട് എത്തിക്കാനുള്ള കാരണം. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ വീഡിയോ എനിക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണം. കാരണം എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല വീഡിയോ ആയിരിക്കും. എന്റെ പ്രൊഫൈലിലൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, തന്നിരിക്കും. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ.